മക്കളെ, അപ്പോൾ ഇത്തവണത്തെ എക്സാമിനെ കുറിച്ച് ആലോചിച്ച് പലരും ഭയങ്കര ടെൻഷനിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. കാരണം എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നുണ്ട് ബസ് ഭയങ്കര ടെൻഷനാകുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇത്തവണത്തെ എക്സാം പാറ്റേൺ ഒക്കെ മാറുന്നുണ്ട്, അതെങ്ങനെയാണ് വരുന്നത്, ഏത് ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ധാരണ ഇല്ലാത്തൊരു പ്രശ്നം. അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് ഇത്തവണ നമ്മുടെ കുട്ടികൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം മാത്രമല്ല ഇനിയിപ്പം നമ്മുടെ ക്രിസ്മസ് എക്സാമും കൂടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു എക്സാം അടുക്കുന്ന സമയത്ത് നമുക്ക് ഓണം എക്സാം നമ്മൾ കഴിഞ്ഞെങ്കിൽ കൂടിയും പലർക്കും ആ ഒരു ട്രാക്കിലേക്ക് എത്താനായിട്ട് ഇപ്പോഴും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. കാരണം ഓണം എക്സാം നമുക്ക് മാർക്ക് പറഞ്ഞപ്പോൾ ഒരു വാശിയൊക്കെ ഉണ്ടായിരുന്നല്ലേ, ഇനിയെങ്കിലും നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്കൊക്കെ വാങ്ങണം എന്നുള്ളൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മളിപ്പോഴും സ്റ്റിൽ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് പലരുടെയും ഒരു അവസ്ഥ. കാരണം നിങ്ങൾ പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. കാരണം നമുക്ക് പല പല ഇപ്പോൾ സ്പോർട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കലോത്സവം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു ടൈമാണ്. അപ്പം നമുക്കും പല പല ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരുന്നുണ്ടായിരിക്കും ഈ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് മിസ് അവിടെ വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോൾ നമുക്ക് ആ ഒരു അല്ല ഇനിയും സമയമുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും പലരും ഇരിക്കുന്നുണ്ടായിരിക്കുക. അപ്പം അങ്ങനെ ഇരുന്ന് പോവരുത്, നമുക്ക് ആ ഒരു വാശി നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണിത് മിസ് ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് മിസ് ഓൾറെഡി നിങ്ങൾക്ക് പല വട്ടമായിട്ട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് തരുന്ന ഒരു കാര്യമാണ് ഇത്തവണത്തെ നമ്മുടെ എക്സാം പാറ്റേണിൽ എങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഓണം എക്സാമിന് നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു 30% നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഒരു 50% നമുക്ക് മീഡിയം ലെവലിൽ അല്ലേ, കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യമൊക്കെ ഒരു കുട്ടിപ്പോൾ ഒരു ചാപ്റ്റർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിൽ അറിയാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു മീഡിയം ലെവലിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരു മീഡിയം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഒരു 20% ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ല ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ജസ്റ്റ് നമ്മൾ പരീക്ഷയുടെ തലേ ദിവസം നമ്മൾ ആ ഒരു ചാപ്റ്റർ പഠിച്ചതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും, നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. കാരണം ആ ഒരു കോൺസെപ്റ്റ് നല്ലോണം ക്ലിയർ ആയി മനസ്സിലായ ഒരു കുട്ടിക്ക് മാത്രമേ ഈ ഒരു ഹാർഡായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികളെ മിസ് ഓർമ്മിപ്പിക്കുകയാണ്, നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ 3 ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഓണം എക്സാമിനേക്കാളും കൂടുതൽ മാർക്ക് കുറയാനാണ് ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിന് സാധ്യതയുള്ളത്. കാരണം ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ മിസ് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് ഇനിയെങ്കിലും ടൈമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ട്രൈ ചെയ്യാനായിട്ട് ടൈമുണ്ട്, പക്ഷേ അവസാനത്തേക്ക് മാറ്റി വെക്കരുത്. ഇപ്പം നമുക്ക് ഇതേ ഇപ്പോൾ ഒരു നവംബർ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ടൈമാണ്. അപ്പോൾ ഇനിയും നമ്മൾ അവസാനത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് നിങ്ങൾ ഓൾറെഡി ഓണം എക്സാമിന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അതായത് അവിടെ നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ നമ്മൾ വിചാരിക്കും ഓക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, അതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ എന്ന് കഴിഞ്ഞാൽ 4 ഓപ്ഷൻസ് അല്ലേ തരുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല, 4 ഓപ്ഷൻസ് തരുന്നതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ക്വസ്റ്റ്യന് ABCD എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ വിചാരിച്ച് എന്താണ് ഈ ഓപ്ഷൻ ബി ആണെന്ന് വെച്ചിട്ട് നമ്മൾ ഓപ്ഷൻ ബി ആണെന്ന് വെച്ചിട്ട് നമ്മൾ എഴുതി. ഓക്കെ, അതാണ് ആൻസർ എന്ന് എഴുതി വെച്ചു. പക്ഷേ ശരിക്കും ഉത്തരം ഈ ഓപ്ഷൻ സി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടീച്ചേഴ്സിന് എന്തെങ്കിലും ഇപ്പോൾ 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ തന്നെ 1/2 മാർക്ക് ഇട്ട് തരാനുള്ളൊരു വകുപ്പുണ്ടായിരുന്നു അല്ലേ. ടീച്ചേഴ്സ് പാവല്ലേ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് 1/2 മാർക്കൊക്കെ ഇട്ടുതരും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഉത്തരം നമ്മളിപ്പോൾ ബി ആണ് എഴുതിയെന്ന് വിചാരിക്കാം. ഈ ബി എന്നുള്ളത് നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉത്തരം തെറ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 1/2 മാർക്കിന് പോലുള്ള ഒരു ഗ്യാപ്പ് നമുക്കില്ല. ടീച്ചർക്ക് അത് തെറ്റിടാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് അങ്ങോട്ട് എന്ത് ചെയ്യും, മൊത്തത്തിൽ ആ മാർക്ക് പോയി കിട്ടും. അതാണ് ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ പ്രശ്നം. അത് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് ഒറ്റയടിക്കാൻ പോയി പോകും. പിന്നെ അടുത്തതാണ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെ തരും, നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഡയലോഗ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറഞ്ഞിട്ട് എന്തുണ്ടായിരിക്കും, സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറഞ്ഞിട്ടും ഇതേപോലെ തന്നെ ഒരു സെൻറ്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മളോട് എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ വരുന്നത്, ഇവിടെ ഇതേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ 4 ഓപ്ഷൻസിൽ എന്തൊക്കെയായിരിക്കും വരിക, ഒന്നില്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ്, അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റ്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അല്ലെങ്കിൽ അടുത്തെന്താണ് സ്റ്റേറ്റ്മെൻറ്റ് 1 എന്നുള്ളത് റോങ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ്
2 എന്നുള്ള കറക്റ്റാണ്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി പോകും അല്ലേ. ചില ഇപ്പോൾ മിസ്സിൻ്റെ ഇപ്പോൾ കുറേ ഇങ്ങനത്തെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് അത് തെറ്റി പോകുന്നുണ്ട്. ചിലർ വിചാരിക്കും ഓക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ പലർക്കും കിട്ടും, പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇത് കറക്റ്റാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ളത് പലർക്കും കൺഫ്യൂഷനാണ്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു ഓപ്ഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ മാർക്ക് പോയി. ഓക്കെ, അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ്. അതായത് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ മക്കളെ ഈ ഭാഗം നന്നായിട്ട് പഠിച്ചോ, ഇവിടെ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരും, മറ്റു ഭാഗം അത്രയ്ക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, നമുക്ക് വിചാരിക്കാത്ത ഭാഗത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് അരിച്ച് പറക്കി പഠിക്കണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് പഠിച്ചു, ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു തിയറി പോർഷൻ പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് പണ്ടൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇതെന്താണ് വാട്ട് ഈസ് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, ഏതെങ്കിലും ഇപ്പോൾ ഒരു ലോ ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ഓംസ് ലോ അല്ലെങ്കിൽ അങ്ങനത്തെ പറഞ്ഞിട്ട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു നമുക്ക് ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഓൾറെഡി ചെയ്ത് പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും വീണ്ടും ചോദിക്കും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല മക്കളെ, അത് വേറെ ലെവലിൽ മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അതാണ് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്. അത് നല്ല ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അത് നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കോൺസെപ്റ്റ് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടിന് നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കില്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണം എക്സാമിന് നമ്മൾ സിലബസ് മുന്നേ തന്നെ തീർത്ത് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയം തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഓൾറെഡി കറക്റ്റ് അതുപോലെ തന്നെ പാലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ക്രിസ്മസ് എക്സാമിനും നവംബർ ഒരു പകുതി ആവുന്നിടത്തോളം ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് സിലബസ് നമ്മൾ തീർക്കും. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയമുണ്ടായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് മിസ്സിംഗ് ഉള്ള ഏതെങ്കിലും പഠിച്ച് തീരാത്ത ഏതെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാം. നിങ്ങൾക്ക് എത്രയോ വട്ടം റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടും. അതേപോലെ തന്നെയാണ് നമ്മൾ പബ്ലിക് എക്സാമിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മുന്നേ തന്നെ സിലബസ് തീർത്തരുന്നുണ്ട്. അപ്പോൾ മുന്നേ തന്നെ സിലബസ് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുള്ള പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് തീർക്കാനുള്ള സമയമാണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ടീച്ചേഴ്സ് അത്രയും എഫേർട്ട് എടുത്തിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ചാപ്റ്റേഴ്സും അതും ഇങ്ങനെ പല പല പാർട്ടുകളായിട്ടായിരിക്കും നമ്മൾ തിരിക്കുന്നുണ്ടായിരിക്കുക. മാത്രമല്ല ഇപ്പോൾ 9ാം ക്ലാസ്സിലെ കുട്ടികളാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലാവരുടെയും നിങ്ങളെ റേറ്റ് ഒക്കെ നോക്കി, നിങ്ങൾ ഫീസ് എത്രയാണ് വരുന്നതെന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ. 8ാം ക്ലാസ്സുകാർക്കാണെന്നുണ്ടെങ്കിൽ 1999 ആണ് വരുന്നത്. ദെൻ 7ാം ക്ലാസ്സിനാണെന്നുണ്ടെങ്കിൽ 1499 ആണ് വരുന്നത്. 6ാം ക്ലാസ്സിനാണെന്നുണ്ടെങ്കിലും 1499 ആണ് വരുന്നത്. അപ്പോൾ ഈ ഫീസൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെച്ചോ. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നേ ഉള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ആദ്യമേ കഴിഞ്ഞ പോയിട്ടുള്ള ക്ലാസ്സിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെയും നോട്ടുകളും ക്ലാസ്സുകളും അതേപോലെ വർക്ക്ഷീറ്റുകളും എക്സാം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഒന്നും നിങ്ങൾക്ക് മിസ് ഔട്ട് ആയിട്ട് പോവില്ല. ഇനിയുള്ള ക്ലാസ്സുകളുടെയൊക്കെ ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. മുന്നേ നടന്നു പോയതിൻ്റെയൊക്കെ നിങ്ങൾക്ക് റെക്കോർഡായിട്ടുള്ള റെക്കോർഡിങ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാതും അവൈലബിൾ ആണ്. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ട് അത് ചെയ്യുക. ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ടൈം ടേബിൾ അനുസരിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. അത് കറക്റ്റ് ടൈം ടേബിൾ അനുസരിച്ച് തന്നെ മിസ്സാക്കാതെ കാണാം. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ബാച്ചിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ ഇത് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള പൈസയാണ് കേട്ടോ. ഓക്കെ, അല്ലാതെ മാസത്തിലേക്കുള്ളതല്ല, ഒരു വർഷത്തേക്കുള്ളതാണ് പറയുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു എമൗണ്ട് ഇപ്പോൾ മാറ്റി വയ്ക്കാനില്ല, എല്ലാവരുടെയും ഇപ്പോൾ അവസ്ഥ ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിലെ ക്ലാസ്സുകൾ കാണുക. അപ്പോൾ ഇതിൻ്റെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ യൂട്യൂബിലെ ക്ലാസ് കണ്ടാലും നല്ലോണം ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ പറയുന്നുണ്ട്. ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടി എക്സ്ട്രാ കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു ടൈം ടേബിളൊക്കെ അനുസരിച്ച് അങ്ങോട്ട് പോവാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കാൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നമ്മളെല്ലാതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാച്ചിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും യൂട്യൂബ് ക്ലാസ് കാണുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും നിങ്ങളെല്ലാവർക്കും നല്ല ക്ലാസ്സുകൾ കിട്ടണം, നന്നായി പഠിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ ഫാമിലിയിലേക്ക് നമ്മൾ എപ്പോഴും വെൽക്കം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാമിലിയുടെ ഭാഗമായിട്ട് മാറാം. അപ്പോൾ ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും ഈ താഴെ കാണുന്ന നമ്പർ, ഇവിടെയും താഴെ ഒരു നമ്പർ ഉണ്ടായിരിക്കുമല്ലോ, ആ നമ്പറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.